കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിൽ നിന്നായി 2 പെരുമ്പാമ്പുകളെ പിടികൂടി. ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കാരശ്ശേരിയിൽ നിന്നുമാണ് പാമ്പുകളെ കണ്ടെത്തിയത്. രാവിലെ കോഴിക്കോട് നിന്ന് വാളം കേട്ട് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ 3-4 കോഴികൾ ചത്തെടുക്കുന്നു. അപ്പോൾ ഒരു കോഴി മാത്രം വാളം വെച്ച് അതിനെ തുറന്നു വിട്ട് നോക്കുമ്പോൾ പാമ്പിനകത്ത് കിടന്നിട്ടിങ്ങനെ ഞെക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ഓട് പേടിച്ച് കൂട് മടച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. മോൻ വന്നിട്ട് ഞങ്ങൾ വന്ന് കണ്ട് പിടിച്ച്. കോഴിക്കൂട്ടിൽ പല സൈസ് പാമ്പുകളും ഇപ്പോൾ എണ്ണം നോർമല്ല. അതിനുമാത്രം ഈ പ്രാവശ്യം മഴ ചെയ്തോടെ തന്നെ ഒരുപാട് പാമ്പുകൾ. ഇപ്പോൾ ഒന്നാമത് മുട്ട വിരിഞ്ഞ് പല സ്ഥലത്തും കുട്ടികളും ഇതൊക്കെ കാണുന്ന സമയം കൂടിയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഈ പെരുമ്പാമ്പുകളെ പിടിച്ചുകൊണ്ട് പോയോ? അനുജ, മഴ കനത്തതോടെ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് മാത്രം കോഴിക്കോട് ജില്ലയിൽ 2 പെരുമ്പാമ്പുകളെയാണ് പിടികൂടിയിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട് ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റേറ്റ് റെസ്ക്യൂ ടീം എത്തി ഈ പെരുമ്പാമ്പിനെ, ഫറൂഖിൽ നിന്നുള്ള പെരുമ്പാമ്പിനെ പിടികൂടി കൊണ്ടുപോയിട്ടുണ്ട്. മറ്റൊരു സംഭവം നടന്നത് കോഴിക്കോട് കാരശ്ശേരി മരഞ്ചാട്ടിയിലാണ്. അത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മരഞ്ചാട്ടി അലവിയുടെ വീട്ടിൽ കോഴിക്കൂട്ടിൽ കയറിയ പെരുമ്പാമ്പിനെയാണ് സ്റ്റേറ്റ് റെസ്ക്യൂ സംഘം പിടികൂടിയിട്ടുള്ളത്. 4 കോഴികളെ പെരുമ്പാമ്പ് കൊന്നിരുന്നു. തുടർന്നാണ് 6 അടി നീളമുള്ള പെരുമ്പാമ്പിനെ സ്റ്റേറ്റ് റെസ്ക്യൂ ടീം പിടികൂടിയിട്ടുള്ളത്. അങ്ങനെ 2 സംഭവമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അനുജ, കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്നായി 2 പെരുമ്പാമ്പുകളെ പിടികൂടി.